എന്താണൊരു നല്ല ജീവിതം? ശരിക്കും നമ്മളെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്തുന്നത് എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾ നമ്മൾ മനുഷ്യർ ഒരുപാട് കാലമായി ചോദിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഈ വലിയ ചോദ്യത്തിന് ശാസ്ത്രം നൽകുന്ന ഒരു ഉത്തരം കണ്ടെത്താൻ പോകുകയാണ് നമ്മൾ. അതും ചരിത്രത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദീർഘ്യമേറിയ ഒരു പഠനത്തിൽ നിന്ന്. നമുക്ക് തുടങ്ങാൻ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ സമയവും ഊർജവും എവിടെയാണ് നിങ്ങൾ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്? മനസ്സിൽ വരുന്ന ആദ്യത്തെ ഉത്തരങ്ങൾ ഒന്നോർത്തുവെച്ചോളൂ. ശരി, അടുത്തിടെ മില്ലേനിയൽസ് എന്ന് വിളിക്കുന്ന യുവതലമുറയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താണെന്നറിയുമോ? 80% പേരും പറഞ്ഞത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം പണക്കാരാവുക എന്നതായിരുന്നു. പിന്നെ അവരിലൊരു 50% പേർക്ക് പ്രശസ്തരാകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ആവും, അല്ലേ? പണം, പ്രശസ്തി, ഒരു നല്ല ജീവിതം വേണമെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നാലെ പോകണമെന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകം എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. കഠിനാധ്വാനം ചെയ്യൂ, കൂടുതൽ നേടൂ, ഇതൊക്കെയാണ് സന്തോഷത്തിലേക്കുള്ള വഴിയെന്ന് നമ്മൾ വിശ്വസിക്കാൻ പഠിച്ചിരിക്കുന്നു. പക്ഷേ അതൊക്കെ ശരിയാണോ? ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? അവരോട് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറയും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മനുഷ്യന്റെ ഓർമ്മ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റാം. ജീവിതത്തിൽ സംഭവിച്ച എത്രയോ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ഓർമ്മ വെറുതെ കഥകൾ ഉണ്ടാക്കുക പോലും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഒരു ജീവിതത്തിൽ നിന്ന് ശരിയായ പാഠങ്ങൾ പഠിക്കാൻ നമുക്കെങ്ങനെ കഴിയും? പക്ഷേ ഒന്നാലോചിച്ചു നോക്കൂ. ആളുകളുടെ ജീവിതം, അത് സംഭവിക്കുന്ന സമയത്ത് തന്നെ, തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ? കൗമാരത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് ഓരോ ഘട്ടത്തിലും അവരെ പിന്തുടർന്ന് എന്താണ് അവരെ ശരിക്കും സന്തോഷിപ്പിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിലോ? അങ്ങനെയൊന്ന് സംഭവിച്ചു. അതാണ് ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെന്റ്, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പഠനം. 75 വർഷം, 724 പുരുഷന്മാരുടെ ജീവിതം വർഷാവർഷം അവർ പിന്തുടർന്നു. അവരുടെ ജോലിയെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും എല്ലാം ചോദിച്ചറിഞ്ഞു. അവരുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു എന്ന് ഗവേഷകർക്ക് പോലും അറിയാതെയായിരുന്നു ആ യാത്ര. ഈ പഠനം 2 തരത്തിലുള്ള ആളുകളെയാണ് നിരീക്ഷിച്ചത്. ഒരു സംഘം ഹാർവാർഡിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ, മറ്റൊരു സംഘം ബോസ്റ്റണിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ. അതായത് സമൂഹത്തിന്റെ ഏറ്റവും മുകൾത്തട്ടിൽ നിന്നും താഴെത്തട്ടിൽ നിന്നുമുള്ള ജീവിതങ്ങൾ. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ 75 വർഷങ്ങൾക്കിപ്പുറവും ഈ പഠനം തുടരുകയാണ്, പല തലമുറ ഗവേഷകരുടെ കഠിനാധ്വാനം കൊണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന 724 പേരിൽ ഏകദേശം 60 പേർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരിൽ പലർക്കും 90 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ 2000-ലധികം വരുന്ന മക്കളെയും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 10,000-കണക്കിന് പേജുകളുള്ള വിവരങ്ങൾ, മെഡിക്കൽ റെക്കോർഡുകൾ, ഇന്റർവ്യൂകൾ, ബ്രെയിൻ സ്കാനുകൾ, 75 വർഷത്തെ ഈ പഠനത്തിൽ നിന്ന് അവരെന്താണ് കണ്ടെത്തിയത്? എന്തായിരുന്നു ഒരു നല്ല ജീവിതത്തിന്റെ രഹസ്യം? ആ ഉത്തരം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ആ വലിയ കണ്ടെത്തൽ പണമോ പ്രശസ്തിയോ കഠിനാധ്വാനമോ ആയിരുന്നില്ല. അത് ഇതായിരുന്നു: നല്ല ബന്ധങ്ങൾ നമ്മളെ കൂടുതൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ സഹായിക്കുന്നു. വളരെ ലളിതമായ ഒരാശയം, അല്ലേ? പക്ഷേ ഇതിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. ഈയൊരു പ്രധാന കണ്ടെത്തലിൽ നിന്ന് ബന്ധങ്ങളെക്കുറിച്ച് 3 വലിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പാഠങ്ങൾ? നമുക്ക് ഓരോന്നായി നോക്കാം. ഈ 3 പാഠങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമതായി, സാമൂഹിക ബന്ധങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. രണ്ടാമതായി, എത്ര ബന്ധങ്ങൾ ഉണ്ട് എന്നതിലല്ല, അതിന്റെ ആഴത്തിലാണ് കാര്യം. മൂന്നാമതായി, നല്ല ബന്ധങ്ങൾ നമ്മുടെ തലച്ചോറിന് ഒരു കവചം പോലെയാണ്. ഒന്നാമത്തെ പാഠം ഇതാണ്: ഏകാന്തത ഒരു വിഷമാണ്. കുടുംബവുമായും സുഹൃത്തുക്കളുമായും സമൂഹവുമായും നല്ല ബന്ധം പുലർത്തുന്നവർ കൂടുതൽ സന്തോഷവാന്മാരാണ്. അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാണ്, അവർ കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദുഃഖകരമായ സത്യമെന്തെന്നാൽ, ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവർ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. രണ്ടാമത്തെ പാഠം ബന്ധങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നതിലല്ല കാര്യം, നിങ്ങളുടെ അടുത്ത ബന്ധങ്ങൾ എത്രത്തോളം ഊഷ്മളമാണ് എന്നതാണ് പ്രധാനം. സ്നേഹമില്ലാത്ത, കലഹം നിറഞ്ഞ ബന്ധങ്ങളിൽ ജീവിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ്, ചിലപ്പോൾ വിവാഹമോചനത്തേക്കാൾ പോലും മോശം. എന്നാൽ നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ ഒരു സംരക്ഷണ കവചം പോലെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും.
50-ാം വയസ്സിൽ തങ്ങളുടെ ബന്ധങ്ങളിൽ ഏറ്റവും സംതൃപ്തരായിരുന്ന ആളുകളാണ് 80-ാം വയസ്സിൽ ഏറ്റവും ആരോഗ്യവാന്മാരായിരുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. അവരുടെ കൊളസ്ട്രോളിന്റെ അളവിനേക്കാൾ കൃത്യമായി അവരുടെ ഭാവിയെ പ്രവചിച്ചത് അവരുടെ ബന്ധങ്ങളുടെ ശക്തിയായിരുന്നു. മൂന്നാമത്തെ പാഠം നമ്മുടെ തലച്ചോറിനെക്കുറിച്ചാണ്. നല്ല ബന്ധങ്ങൾ ശരീരത്തിന് മാത്രമല്ല തലച്ചോറിനും സംരക്ഷണം നൽകുന്നു. 80കളിലും പ്രതിസന്ധിഘട്ടങ്ങളിൽ തനിക്ക് താങ്ങായ ഒരാൾ ഉണ്ടെന്ന് ഉറപ്പുള്ളവരുടെ ഓർമ്മശക്തി കൂടുതൽ കാലം മൂർച്ചയുള്ളതായി നിലനിൽക്കുന്നതായി കണ്ടെത്തി. ഓക്കെ, അപ്പോൾ നല്ല ബന്ധങ്ങളാണ് ആരോഗ്യത്തിനും സന്തോഷത്തിനും അടിസ്ഥാനമെന്ന വലിയ സത്യം നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ അറിവ് മാത്രം പോരല്ലോ, ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? അതിനു മുൻപൊരു ചോദ്യം. ഈ അറിവ് പുതിയതൊന്നുമല്ല, അല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ നമുക്കിത്ര മടി? കാരണം നമ്മൾ മനുഷ്യരാണ്. നമുക്ക് പെട്ടെന്നുള്ള പരിഹാരങ്ങളാണ് ഇഷ്ടം. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് അങ്ങനെയല്ല. അത് സങ്കീർണമാണ്. അതിന് ക്ഷമയും പ്രയത്നവും വേണം. അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നൊരു ജോലിയാണ്. പക്ഷേ ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങാം. സ്ക്രീനിന് മുന്നിലിരിക്കുന്ന സമയം കുറച്ച് ആ സമയം പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാൻ ഉപയോഗിക്കാം. ഒരുമിച്ച് നടക്കാൻ പോകാം, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പരീക്ഷിക്കാം. വർഷങ്ങളായി സംസാരിക്കാതിരിക്കുന്ന ഒരു കുടുംബാംഗത്തെ വിളിച്ച് ആ പിണക്കം അവസാനിപ്പിച്ചാലോ? കാരണം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ദേഷ്യം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. മാർക്ക് ട്വെയ്ൻ ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതിയത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, വഴക്കിടാനും ക്ഷമ ചോദിക്കാനും കണക്ക് ചോദിക്കാനും സമയമില്ല. ജീവിതം വളരെ ചെറുതാണ്. സ്നേഹിക്കാൻ മാത്രമേ സമയമുള്ളൂ. അതിന് ഒരു നിമിഷം മാത്രം മതി. ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നത് നല്ല ബന്ധങ്ങൾ കൊണ്ടാണ്.